ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലുമാസ്. മൈ ഡിയർ സ്വത്തുക്കുട്ടികളെ, നമ്മൾ ഇന്ന് ഒരു പെൺകുട്ടിക്ക് ഉണ്ടാകുന്ന ഏറ്റവും ബ്രൂട്ടലായിട്ടുള്ള അനുഭവം, അത് അനുഭവിച്ച് മരണത്തിലേക്ക് എത്തിച്ചെന്ന ആ പെൺകുട്ടി ഇനി അവൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? സാധാരണ ജീവിതം അവസാനിപ്പിക്കാനാണ് ഏതൊരു മനുഷ്യനും തീരുമാനമെടുക്കുക, അത്രയും മോശം അനുഭവം. എന്നാൽ ഇവിടെ ആ ഒരൊറ്റ പെണ്ണ് തനിക്കുണ്ടായ മോശം അനുഭവങ്ങൾക്ക് തിരിച്ചടി കൊടുക്കാൻ തീരുമാനിക്കുന്നു. അതെങ്ങനെയാണ് അവൾ പ്രാവർത്തികമാക്കിയത്? വളരെ ത്രില്ലിംഗ് ആയിട്ട് പോകുന്ന കഥയാണത്. കുറേയധികം ബ്രൂട്ടൽ സീൻസ് ഉണ്ട്, അതുകൊണ്ട് കുട്ടികളെ കാണിക്കരുത്. എന്നാൽ പിന്നെ സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. നമുക്കിപ്പോൾ ഈ കഥയിലേക്ക് കിടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ ഒരു സുന്ദരിയായ പെൺകുട്ടി 20-ൽ തുടങ്ങി 30-ൽ അവസാനിക്കുന്ന ഏതോ നമ്പറിലാണ് അവളുടെ പ്രായം. ഇവള് സിറ്റിയെല്ലാം വിട്ട് കാട് നിറഞ്ഞൊരു ഉൾഗ്രാമത്തിലേക്ക് വരുന്നു. അവിടെ ഒരു ഷോപ്പിലേക്കാണ് ആദ്യം ചെല്ലുന്നത്. ആ ഷോപ്പിലെ അപ്പൂപ്പനാണ് വുഡ്സിനകത്തുള്ള ഒരു ക്യാബിൻ ഹൗസ് ഇവൾക്ക് റെന്റലായിട്ട് കൊടുക്കുന്നത്. അപ്പൂപ്പൻ കീയൊക്കെ കൊടുത്ത് അവൾ ചെല്ലേണ്ട വഴിയും പറഞ്ഞു കൊടുക്കും. നല്ല രസമുള്ള ക്യാബിനാണെന്ന് പറയും. നിങ്ങൾ എന്തിനാണ് തനിച്ചു വന്നത്? അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പോവാണെന്ന് ഈ അപ്പൂപ്പൻ ചോദിക്കുന്നുണ്ട്. അവൾ പറയും, ഞാനൊരു നോവലിസ്റ്റാണ്, സിറ്റിയിൽ നിന്നും മാറി താമസിച്ച് സമാധാനപൂർവ്വം ഒരു നോവൽ എഴുതാൻ തീരുമാനിച്ചു, അതുകൊണ്ട് വന്നാണെന്ന് പറയും. അങ്ങനെ രണ്ടുപേരും ചിരിച്ച് ഹലോ പറഞ്ഞ് 4 വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പിരിയുന്നു. നമ്മുടെ ചേച്ചി കാറെടുത്ത് വീണ്ടും കാടിനകത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ കുറച്ചു ദൂരം പോകുമ്പം അവിടെ ഒരു പെട്രോൾ പമ്പുണ്ട്. ഇവള് കാറ് പാർക്ക് ചെയ്ത് പെട്രോൾ അടിക്കാൻ നേരം ആ പമ്പിൽ ജോലി ചെയ്യുന്ന ആള് അയാൾ പെട്ടെന്ന് പുറകെ വന്ന് നിൽക്കും. ഞാൻ നിങ്ങളെ പേടിപ്പിച്ചല്ല, ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ, ആരാണെന്ന് ചോദിക്കാൻ വന്നാണ്. അവള് പറയും, ഞാനിവിടെ പുതിയതായി താമസം വന്ന ആളാ, ആക്ച്വലി ഒരു ക്യാബിൻ ഹൗസ് റെന്റിന് എടുത്തിട്ടുണ്ട്, അതിന്റെ വഴി മിസ്സായിപ്പോയി, ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമെന്ന് ചോദിക്കും. ഇയാളെ ലൊക്കേഷൻ നോക്കിയിട്ട് ഏത് വഴിയാണ് ചെല്ലേണ്ടതെന്ന് കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇയാൾ മെല്ലെ അവളുടെ അടുത്ത് വന്ന്, ആ ക്യാബിൻ ഹൗസിൽ താൻ തനിച്ചാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ കൂട്ടുവരാം, ഇടയ്ക്കൊക്കെ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. ഇവള് പെട്ടെന്ന് പൊട്ടിച്ചിരിച്ച്, ഇങ്ങനെയാണോ അവിടെ ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത്? നിനക്ക് പിക്കപ്പ് ലൈൻ ഒന്നും അറിയാൻ പാടില്ലേ, മറ്റെന്തെങ്കിലും ശ്രമിച്ചു നോക്കെന്നും പറഞ്ഞിട്ട് അവൻ ഒരുപാട് ഇൻസൾട്ട് ചെയ്യാതെ ചെറിയൊരു അപമാനം അത് കൊടുത്തിട്ട് ഇവള് പോവുകയാണ്. അവൾ കളിയാക്കിയത് കണ്ട് അവന്റെ കൂട്ടുകാർ, അവിടെ ജോലി ചെയ്യുന്ന വേറെ 2 കൂട്ടുകാരും ചിരിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ പെണ്ണ് വീണ്ടും കാർ എടുത്ത് അകത്തേക്ക് പോകുന്നു. ഒരു തടാകത്തിനരികിലാണ് ഈ ക്യാബിൻ ഹൗസ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. കുറെ കാലമായിട്ട് ഉപയോഗിക്കാത്തതുകൊണ്ട് ചപ്പും ചവറായിട്ട് കിടക്കുന്നു. ഇവൾ അകത്ത് കയറി മുറിയെല്ലാം വൃത്തിയാക്കും. കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവളുടെ നോവൽ എഴുതാൻ സ്റ്റാർട്ട് ചെയ്തു. എഴുതല്ല, ടൈപ്പിംഗ് ആണ്, വാട്ടെവർ. ഇതുപോലൊരു പടം നമ്മൾ പണ്ട് 3-4 വർഷം മുന്നേ കണ്ടിട്ടില്ലേ? ഒരു ചെവി കേൾക്കാത്ത പാവം പെണ്ണിന്റെ, അത് രസമായിരുന്നു. പക്ഷെ ഇത് അതിനേക്കാളും ഭയങ്കരമായ മറ്റൊരു കഥയാണ്. എന്തായാലും സീനിലേക്ക് തിരിച്ചു വരുമ്പോൾ നമ്മുടെ കൊച്ചിനൊരു അമ്മയുണ്ട്. അമ്മ ഇടയ്ക്കിടെ വിളിക്കും. അമ്മ മാത്രമേ വിളിക്കുന്നതായിട്ട് കാണുന്നുള്ളൂ. എവിടെയാണ്, സുഖമാണോ, സേഫ് ആണോ എന്നൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. ഇവള് കുഴപ്പമൊന്നുമില്ല, നല്ല സ്ഥലമാണെന്ന് പറയും. പെട്ടെന്നാണ് വൈകുന്നേരം ഇവളെ ക്യാബിൻ ഹൗസിന് തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ഔട്ട് ഹൗസ് ഉണ്ട്. നമ്മൾ കിച്ചണ് തൊട്ടൊരു വർക്കിംഗ് ഏരിയ പണിയുന്ന പോലെ അവരെ നാട്ടിൽ പണിത് വയ്ക്കുന്നതെന്ന് തോന്നുന്നു. ഇവൾ അവിടെ നിന്ന് എന്തോ ഉരുണ്ട് പുരണ്ട് വീഴുന്നൊരു ശബ്ദം കേൾക്കും. ചെന്ന് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. ലൈറ്റ് ഓൺ ആണ്. കുറെ ടൂൾസ് ഒക്കെ അടുക്കി വെച്ചിരിക്കുന്നതായിട്ട് കാണാം. പെണ്ണ് കാര്യമാക്കില്ല, തിരിച്ചു വരുന്നു. അവളുടെ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുണിയിൽ കറയാവുമ്പോൾ അത് കഴുകിക്കൊണ്ടിരിക്കുന്ന സമയം ആരോ ഇവളെ വീഡിയോ എടുക്കുന്നുണ്ട്. അതാരാണെന്ന് അറിയില്ല. ആരോ ഇവളെ വാച്ച് ചെയ്യുക. എന്തായാലും അന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. പിറ്റേന്ന് കാലത്ത് എഴുന്നേറ്റ് പെണ്ണ് ജോഗിങ്ങിന് വേണ്ടി ഓടാൻ തുടങ്ങും. ഫോറസ്റ്റ് ആണ്, ആരും ഉണ്ടാവില്ല. എന്നാലും ഇംഗ്ലീഷുകാർക്ക് നല്ല ധൈര്യമാണല്ലോ, അതുകൊണ്ട് അവള് ധൈര്യത്തോടെ കാടിനകത്തേക്ക് ഓടിപ്പോകുന്നു. പോകുന്ന വഴിയെയാണ് ഒരു ഒഴിവാക്കപ്പെട്ട പഴയ വീട് കാണും. നശിച്ച് നാശായി കിടക്കുന്ന, മെയിൻ്റെനൻസ് ഇല്ലാത്തൊരു പഴയ വീട്. അകത്ത് ആരുമില്ല. ഇവള് ചുമ്മാ അതിനകത്തൂടെ കറങ്ങിയൊക്കെ നോക്കി നടക്കും. എന്നിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, ഇവളുടെ ക്യാബിൻ ഹൗസിലേക്ക്. അവിടെ വന്ന് കുളിക്കാൻ വേണ്ടി വെള്ളം ഓണാക്കുമ്പോൾ ടാങ്കിലെ പഴയ വെള്ളം തോന്നുന്നുണ്ട്. അതല്ലെങ്കിൽ എവിടെന്നെങ്കിലും വരുന്ന ലീക്കായിരിക്കണം. വെള്ളത്തിനൊരു വൃത്തിയില്ല, ചെളിവെള്ളമാണ് വരുന്നത്. സോ ഇവൾക്ക് ഈ വീട് കൊടുത്ത ആ അപ്പൂപ്പനെ വിളിച്ച്, എനിക്കൊരു പ്ലംബറെ വേണം, പറഞ്ഞു വിടോ, ഇവിടെ കുളിക്കാൻ പോലും പറ്റുന്നില്ല, നല്ല വെള്ളമില്ലെന്ന് പറയും. പുള്ളിക്കാരനും ഞാൻ എത്രയും പെട്ടെന്ന് ഒരാളെ പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ട് ഒരു ചെറുപ്പക്കാരനെ പറഞ്ഞു വിടുന്നുണ്ട്. ചെറുക്കൻ വന്ന് പ്ലംബിംഗ് പണിയൊക്കെ ചെയ്യുന്നു. വലിയ കുഴപ്പമില്ല, കാണാൻ ഭംഗിയൊക്കെ ഉണ്ട്. എന്നാലും ഓട്ടിസം ഉള്ളവർ ബിഹേവ് ചെയ്യുന്ന പോലെയാണ് ഈ പയ്യൻ ബിഹേവ് ചെയ്യുന്നത്, ഒരു പാവായിട്ട്. പെണ്ണിന് എന്തായാലും ചെക്കൻ ഇഷ്ടമായി. തനിച്ചാണുള്ളത് 2 പേരും. അവൻ എന്തേലും ഫ്ലേർട്ട് ചെയ്യുമെന്ന് ഇവൾ ആഗ്രഹിച്ചിരിക്കുക. പക്ഷെ എത്ര നേരമായിട്ട് അവൻ ഫ്ലേർട്ട് ചെയ്യുന്നില്ല. എന്നാ പിന്നെ ഫസ്റ്റ് മൂവ് എൻ്റെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇവള് താങ്ക് യു സോ മച്ച് എന്നും പറഞ്ഞ് അവന്റെ ജോലി കഴിയുമ്പോൾ ഒരു ഉമ്മ കൊടുക്കും. ചെറുക്കനാകെ ഷോക്കായി പോവാ. ഇവള് പറയും, ഐ എം സോറി, പെട്ടെന്ന് എക്സൈറ്റഡ് ആയപ്പോൾ ഞാൻ ഉമ്മ വെച്ച് പോയതാ, നീ സഹായിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ ഈ ചെളി വെള്ളത്തിൽ കുളിക്കേണ്ടി വന്നേനെ. ഇവൻ ഉടനെ ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പൊക്കളെ, കാശ് പോലും വാങ്ങിക്കില്ല. ആ സീൻ കഴിയുമ്പോൾ നമ്മുടെ പെട്രോൾ പമ്പിലെ ജോലിക്കാരില്ലേ, ഇവര് 3 പേരും കൂടെ കാടിനകത്തിരുന്ന് മീൻ പിടിക്കുന്നുണ്ട്. ഇവരുടെ വിനോദം തോന്നുന്നു. മീൻ പിടിച്ച് ബിയറൊക്കെ അടിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ കണ്ട പ്ലംബർ ചെറുക്കൻ അങ്ങോട്ട് വരുന്നത്. ഇവരുടെ തന്നെ ഒരു കൂട്ടുകാരനും കൂടിയാണ് ആ പയ്യൻ. സംസാരത്തിനിടയ്ക്ക് ആ പുതിയ താമസക്കാരിയെ കുറിച്ച് ഇവർ പറയുന്നുണ്ട്. അപ്പോഴാണ് ആ പയ്യൻ, അവന്റെ പേര് മാത്യു എന്നാണ്. മാത്യു പറയാ, അവൾ ഇന്ന് എന്നെ കിസ് ചെയ്തു, ഞാൻ പേടിച്ചു പോയി എന്ന്.
നീ വെറുതെ പറയല്ലടാ, സത്യം പറയാന്ന് പറഞ്ഞ് ഇവർ ചോദിക്കുന്നുണ്ട്. അതേ സമയത്ത് ഇവരെ കയ്യിൽ വീഡിയോ ക്യാമറ പ്ലേ ചെയ്ത് കാണുന്നുണ്ടാവും. ഇന്നലെ രാത്രി അവളെ റെക്കോർഡ് ചെയ്തത് അപ്പോൾ ഇവന്മാരാണ്. അവള് മോശം പെണ്ണായിരിക്കും എന്നൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട്. മാത്യു പറയും അങ്ങനത്തെ പെൺകുട്ടിയൊന്നുമല്ല, നല്ല പെൺകുട്ടിയാണെന്ന്. അപ്പൊ കൂട്ടത്തിലെ ലീഡർ അവള് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതൊക്കെ ഞാൻ നിനക്ക് കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സീനെല്ലാം കഴിഞ്ഞ് വൈകിട്ടായി. നമ്മുടെ പെൺകുട്ടി വീട്ടിൽ എന്തോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവളെ ഡോറിന് ഫ്രണ്ടിലായിട്ട് ആരോ വന്നു പോകുന്നതിന്റെ ശബ്ദം കേൾക്കും. ഇവള് പേടിച്ചെന്ന് നോക്കുമ്പോൾ ഒരു ചത്ത പക്ഷിയെ കൊണ്ടുവന്ന് ആരോ ഇട്ടിരിക്കുക. അതാരങ്ങനെ ചെയ്തതെന്ന് അറിഞ്ഞില്ല. ഇവള് പുറത്തിറങ്ങി നോക്കും, ആ വർക്ക് ഷെഡിനകത്ത് ആരോ ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നു. ലൈറ്റ് ഒക്കെ ഓണാണ്. ഇവള് മെല്ലെ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ വർക്ക് ഷെഡിലേക്ക് ചെല്ലുന്നു. അവിടെ ആരുമില്ല. തോന്നിയതാണെന്ന് വിചാരിച്ചിട്ട് അവൾ താമസിക്കുന്ന ക്യാബിന്റെ അകത്തേക്ക് ചെല്ലുമ്പോൾ ഇവളെ ലാപ്ടോപ്പിൽ ആ 3 പേരും ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ച് ഫോട്ടോ എടുത്തിരിക്കുക. ഇവള് ഞെട്ടിത്തരിച്ചു പോവും. അടുത്ത സെക്കൻഡ് അവന്മാര് 3 പേരും വീടിനകത്തേക്ക് കയറി കഴിഞ്ഞു. ഒരുത്തന്റെ കയ്യിൽ ക്യാമറയുണ്ട്. ഇവര് മാത്യുവിനെ വിളിക്കും. മാത്യു, ഇങ്ങോട്ട് വാ, നിന്റെ ആഗ്രഹം നമുക്കിന്ന് തീർക്കാം, നീ ഒരുപാട് മോശമല്ലേ, ഇങ്ങോട്ട് വാന്നും പറഞ്ഞ് അവന്മാര് മാത്യുവിനെ വിളിച്ചു വരുത്തും. ഇവള് പേടിച്ച് ചോദിക്കുക, നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങൾ എന്തിനെന്റെ വീട്ടിലേക്ക് വന്നു, ഞാൻ നിങ്ങളൊന്നും ചെയ്തില്ലല്ലോ. അപ്പൊ ലീഡർ പറയും, നീ മാത്യു ജോലി ചെയ്തതിന് പണം കൊടുത്തില്ലാത്രേ, അത് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങൾ വന്ന. ഇവളുടനെ പേടിച്ച് പണം എടുത്തിട്ട് ഞാൻ കൂലി കൊടുക്കുന്നതിന് മുന്നേ അവൻ ഓടിപ്പോയി, അതുകൊണ്ട് കൊടുക്കാതിരുന്ന, ഞാൻ ഇപ്പൊ തന്നെ തരാന്ന് പറഞ്ഞിട്ട് ഇവള് പണം എടുക്കുന്നുണ്ട്. ഇവന്മാര് പറയും അതിന്റെ സമയമൊക്കെ കഴിഞ്ഞു, ഞങ്ങൾക്കിനി പണം വേണ്ട, ഞങ്ങൾ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി വന്ന. നീ ഇവിടെ ഒറ്റയ്ക്ക് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവള് പറയും, ഞാനൊരു റൈറ്ററാണ്, റൈറ്റ് ചെയ്യാൻ വേണ്ടി വന്ന. എന്റെ ബോയ് ഫ്രണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരും, ഞാൻ ഒറ്റയ്ക്കല്ല, ഞാൻ ആദ്യമേ വന്നത്, അവൻ പുറകെ വരുന്നുണ്ട്. അങ്ങനെ ഒരു പെണ്ണ് ചെയ്യില്ലല്ലോ, സത്യം പറ, നീ ഫാന്റസിക്ക് വേണ്ടിയല്ലേ ഇങ്ങോട്ട് വന്നത്? നിനക്ക് വേണ്ട ഫാന്റസികൾ ഞങ്ങൾ തരാം. ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ തനിച്ച് ഞങ്ങൾ എങ്ങനെയാ വിടുക? അത് ഞങ്ങൾ ചെയ്യുന്നത് തെറ്റല്ലേ? ഒരു കാര്യം ചെയ്യ്, ഞങ്ങളോടൊപ്പം ചേർന്ന് 2 ഡ്രിങ്ക്സ് കഴുകി, അത് കഴിയുമ്പോൾ നമുക്ക് പിരിയാം. ഇവള് പേടിച്ച് വിറയ്ക്കുകയാണ്. ഈ 3-4 തടിയന്മാരെ എതിർക്കാനും പറ്റില്ല. ഡ്രിങ്ക്സ് കഴിച്ചാൽ നിങ്ങൾ പോവുമെങ്കിൽ ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് 2 സിപ്പുകൾ വാങ്ങിച്ചു കുടിക്കും. അപ്പോഴാണ് ലീഡറുടെ സ്വഭാവം മാറുക. അവൻ പറയും, ഞങ്ങൾ പോകാം, അതിനു മുന്നേ ചെറിയ ചില സർവീസുകൾ ഞങ്ങൾക്ക് വേണം. എനിക്കിപ്പോൾ നിന്റെ പല്ല് കാണാൻ തോന്നുന്നു, പല്ലൊന്ന് വാ തുറന്ന് കാണിക്കുന്നു പറയും. അവള് പേടിച്ച് മടിക്കുമ്പോൾ ഇവന്റെ കയ്യിലെ ബാറ്റ് കൊണ്ട് അവളുടെ തലയ്ക്കൊരടി കൊടുക്കും, നല്ലൊരടി. അവൾ ആ വേദനയും കൊണ്ട് വേറെ വഴിയില്ലാതെ വാ തുറന്ന് പല്ല് കാണിച്ചു കൊടുക്കും. ഇവൻ ആ പല്ലി പിടിച്ച് വലിക്കാം. ഇതെല്ലാം മറ്റവൻ വീഡിയോയിൽ എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഇവൻ തോക്ക് കയ്യിലെടുത്ത്, ഇതെന്റെ തോക്കാ, കാണാൻ നല്ല രസമല്ലേ, ഇതിനൊന്ന് കിസ് ചെയ്യുന്നും പറഞ്ഞ് ആ തോക്കെടുത്ത് അവളുടെ വായിലേക്ക് ഇടും. എന്നിട്ട് വാക്കകത്തേക്ക് ആഞ്ഞു കുത്തി അവളെ വേദനിപ്പിക്കുമ്പോൾ ഈ മാത്യു, ജോണി എനിക്കിത് കാണാൻ പറ്റുന്നില്ല ജോണി, ഞാൻ തിരിച്ചു പൊക്കോട്ടെ, എനിക്കിത് വേണ്ടാന്ന് പറയുന്നുണ്ട്. പക്ഷെ ലീഡർ വിടില്ല. അവൻ അടുത്തത് ഇവര് കഴിച്ചുകൊണ്ടിരിക്കുന്ന ലിക്കറിന്റെ ബോട്ടിലെടുത്ത് അവളുടെ വായിൽ വെക്കുക. അവൾക്ക് താങ്ങാൻ പറ്റാതാവുമ്പോൾ അവൾ അവനെ തള്ളിയിട്ട് ആ ലിക്കർ ബോട്ടിൽ പിടിച്ചു വാങ്ങി അവന്റെ കാലി അടിച്ചിട്ട് പെട്ടെന്ന് ചാടി മാറി അവളെ ബാഗിനകത്തുനിന്ന് പെപ്പർ സ്പ്രേ എടുത്ത് ആ 2ാമത്തെ തൂവാലത്തല എന്റെ കണ്ണിലേക്ക് അടിച്ചിട്ട് പുറത്തേക്ക് ഓടിക്കളയും. ഓടാണ് ഇരുട്ടി കൂടെ കാട്ടില്. പക്ഷെ വഴി അറിയില്ലല്ലോ ഇവൾക്ക്. ഓടി എങ്ങോട്ട് രക്ഷപ്പെടാനാ? കുറേ ഓടും. അവരെ നാട്ടിലാണെങ്കിൽ രാത്രിയും പകലും എല്ലാം വെളിച്ചമുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഓടി 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 കുറേ ദൂരം ചെല്ലുമ്പോൾ വേറെ 2 മനുഷ്യർ, കാണാൻ വൃത്തിയുള്ള വേറെ 2 മനുഷ്യർ, അവരെ മേത്തേക്ക് ഇവള് ചെന്ന് വീണിട്ട് എന്നെ സഹായിക്കണം, കുറച്ചു പേരെന്നെ പീഡിപ്പിക്കാൻ പുറകെ വന്നു, അവരെന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു, ഞാൻ രക്ഷപ്പെട്ട് ഓടി വന്നതാ, എന്നെ സഹായിക്കണം എന്ന് പറയും. അപ്പൊ ഈ 2 പേരിലെ ഒരാള് ഇവൾക്ക് ആ വീട് റെന്റിന് കൊടുത്ത അപ്പൂപ്പനാ. അപ്പൂപ്പൻ പറയും, ഈ പെണ്ണാണ് ആ വീട് റെന്റിനെടുത്തതെന്ന്. അപ്പൊ മറ്റേ മുട്ട, ഞാൻ പോലീസുകാരനാ, മോള് പേടിക്കാതെ, എന്താ സംഭവിച്ചെന്ന് പറയും. ആരാണത്? 4 പേരെന്റെ വീട്ടിലേക്ക് കയറി വന്നു, പെട്രോൾ പമ്പിൽ വർക്ക് ചെയ്യുന്നവരാ, അവരെന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു, ഞാൻ രക്ഷപ്പെട്ട് ഓടിയതാ. അങ്ങനെയാണോ? മോള് പേടിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ തന്റെ കൂടെ വരാം, ഒരാളെയും വെറുതെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ പോലീസുകാരൻ തോക്കെടുത്ത് ഈ പെണ്ണിനെയും വിളിച്ചുകൊണ്ട് ഇവള് താമസിച്ചിരുന്ന ആ ക്യാബിൻ ഹൗസിലേക്ക് വരുന്നു. ഇയാൾ ചുറ്റും നടന്നു നോക്കും, അവിടെ ആരുമില്ല. ഒറ്റയ്ക്കൊക്കെ ഇവിടെ താമസിക്കാൻ പാടുണ്ടോ? അത് ഡേഞ്ചർ ആണെന്ന് അറിയില്ലേ, കെയർഫുൾ ആയി ഇരിക്കണ്ടേന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ചുറ്റും നോക്കുമ്പോൾ അവിടെ ലിക്കറും കഞ്ചാവിന്റെ ഒരു ബീഡിയും കാണും. സത്യം പറ, നിങ്ങൾ ലിക്കർ കഴിച്ച് കഞ്ചാവൊക്കെ വലിച്ചിരുന്നോ? അവള് പറയും, ഞാൻ കുറച്ചു കാലം ഇവിടെ താമസിക്കാൻ വേണ്ടി വന്നതാ, എന്റെ കയ്യിൽ ഒരു ചുരുട്ടിനുള്ള സാധനം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ കുറച്ച് ലിക്കറും ഉണ്ട്. എന്നാൽ ഇതൊന്നും എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നതല്ല, ഇടയ്ക്ക് ബോറടിക്കുമ്പോൾ ഒരുപാട് തനിമയിലാവുമ്പോൾ ഉപയോഗിക്കുന്നു. നിങ്ങൾ ദയവ് ചെയ്ത് ബാക്കപ്പിന് പോലീസിനെ വിളിക്കാൻ പറ്റുമോ? എനിക്ക് പേടിയാവുന്നു എന്നവൾ പറയുമ്പോൾ പോലീസുകാരൻ പറയും, ഞാൻ എങ്ങനെ ബാക്കപ്പിന് വിളിക്കാനാ മാഡം, ഇവിടെ നിറച്ച് ലിക്കറും ഉണ്ട്, ഈ കഞ്ചാവ് ബീഡിയും ഉണ്ട്. ഇത് പോലീസുകാർ കണ്ട പ്രശ്നമാ, ഇത് ഗ്രാമമാണ്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ സിറ്റി അല്ല. അപ്പൊ ഇവള് കരഞ്ഞിട്ട് 4 ആണുങ്ങൾ എന്നെ അസാൾട്ട് ചെയ്യാൻ ശ്രമിച്ചു, നിങ്ങൾ അത് വല്ലതും ശ്രദ്ധിക്കുന്നുണ്ടോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ, എന്നെ ഉപദേശിക്കുകയാണോ? അപ്പൊ ഈ പോലീസുകാരൻ പറയും, എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല, നിങ്ങളെയാണ് സംശയം, നിങ്ങളെ കയ്യിൽ ഡ്രഗ്സ് ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്, മിണ്ടാതെ അടങ്ങി ആ മൂലയ്ക്ക് മാറി നിൽക്ക്, എനിക്ക് നിന്നെ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇയാൾ അവളെ ചെക്ക് ചെയ്യുന്ന രീതിയിൽ ആ പെണ്ണിന്റെ ശരീരത്ത് പല ഭാഗത്തും മോശമായ രീതിയിൽ തൊടാൻ തുടങ്ങും. എന്നിട്ട് അവസാനം അവളുടെ കഴുത്തെ പിടിച്ച്, ഇനി സത്യം തുറന്നു പറ, ശരിക്കും സംഭവിച്ചെന്താണ്, നീ ആ പയ്യന്മാരെയൊക്കെ വിളിച്ചിട്ട് എന്താണ് ചെയ്തോണ്ടിരുന്നത്? ഇവൾ എന്താ സംഭവിക്കണേന്നറിയാതെ പേടിച്ച് വിറച്ച് നിൽക്കുമ്പോൾ ഇവളെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ച ആ 4 പേരും വീണ്ടും തിരിച്ച് കയറി വരുന്നു.
അപ്പൊ അവന്മാരും ഈ പോലീസും എല്ലാം ഒരു ടീമാ. ഇവന്മാരിവിടെ തനിച്ച് വരുന്ന പെണ്ണുങ്ങളെയൊക്കെ ഇതന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റവൻ വീണ്ടും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഈ പോലീസുകാരൻ അയാളുടെ തോക്ക് ഉപയോഗിച്ച് ഇവളെ മോശമായി പല സ്ഥലത്തും തൊടാൻ തുടങ്ങും. ഇവളവന്റെ മോന്തയ്ക്കടിച്ച് അവിടെ നിന്ന് ഓടി മാറാൻ നോക്കുമ്പോൾ ഇയാൾ തിരിച്ച് അവളുടെ മോന്തയ്ക്ക് ഒരു അടിയും കൊടുത്ത് അവളെ നിലത്തേക്ക് വലിച്ചിട്ടിട്ട് അവളുടെ വസ്ത്രം ഊരിക്കളയും. എന്നിട്ട് അവളോട് ഡാൻസ് ചെയ്യാൻ പറയും. പെണ്ണ് വേറെ വഴിയില്ലാതെ ഇവന്മാരെ അക്രമം പേടിച്ച് അവരെ മുന്നിൽ നിന്ന് ഡാൻസ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ഇവർ മാത്യുവിനെ വിളിച്ച് നീ ഹോമോ അല്ലടാ, ഇവളെ ഒന്ന് കിസ് ചെയ്ത് നോക്കെന്നും പറഞ്ഞ് ഇവരെല്ലാവരും അവളെ ബലമായി പിടിച്ച് മാത്യുവെ കൊണ്ട് കിസ് ചെയ്യും. അത് കഴിഞ്ഞ് അവളെ നിലത്തേക്ക് വലിച്ചിട്ട് വീണ്ടും അവളുടെ വസ്ത്രം വലിച്ചു കീറി 4 പേരും 4 ഭാഗത്തുനിന്നും പിടിച്ചിട്ട് മാത്യുവോട് അവളെ റേപ്പ് ചെയ്യാൻ പറയും. അവൻ കുറച്ചു നേരം മടിച്ചു നിൽക്കുമെങ്കിലും ഇവളെ വസ്ത്രം വലിച്ചു കീറുമ്പോൾ ഓടി വന്ന് റേപ്പ് ചെയ്യാൻ തുടങ്ങും. ഈ സമയത്താണ് പോലീസുകാരന്റെ മോള് അയാളെ വിളിക്കുന്നത്. ഒരു ഭാര്യയും മോളും ഉള്ള ആളാണ് ഇവൻ. എന്നിട്ടാണ് ഈ തോന്നിയാസം കാണിക്കുന്നത്. അവൻ മാറി ഇന്ന് മോൾക്ക് വേണ്ട ഗിഫ്റ്റ് ഞാൻ മേടിച്ചുകൊണ്ട് വരാം, അപ്പൻ ഇത്തിരി വർക്കില്ലാന്നും പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട് വീണ്ടും മാത്യുവിനെ റേപ്പ് ചെയ്യാൻ പറയും. അവൻ ഇവളെ മറിച്ച് കടത്തി വീണ്ടും റേപ്പ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവള് തല്ലി രക്ഷപ്പെടാൻ നോക്കുക. അപ്പൊ ഇവൻ അവളുടെ ചങ്കിയെ കുത്തി പിടിച്ചിട്ട് വീണ്ടും അവളെ റേപ്പ് ചെയ്യും. കുറെ നേരം കഴിയുമ്പോൾ ഇവന് തന്നെ ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. അവളുടെ ബോധവും പോയി. ഇതെല്ലാം ഒരുത്തൻ ക്യാമറയിൽ പകർത്തുന്നുണ്ടാവും. ആ മണ്ടനോട് അത് ക്ലീൻ ആക്കാൻ പറയും. ഇവിടെ മുഴുവൻ ഛർദ്ദിച്ച് വൃത്തിയേടാക്കല്ലേ എന്നും പറഞ്ഞ് ഇവരുടെ ബോധം പോയി എന്ന് വിചാരിച്ചിട്ട് കുറച്ചു നേരം മാറി നിൽക്കുന്നുണ്ട്. പെട്ടെന്നാണ് ഇവൾ എഴുന്നേറ്റ് ഒന്നും മിണ്ടാതെ വാതിലും തുറന്ന് കാട്ടിലേക്ക് നടന്നു പോകുന്നു. അവളെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ഇനി ആരും അവളെ രക്ഷിക്കാനുമില്ല. പിന്നെ എങ്ങോട്ടാണ് ഇവളീ പോകുന്നത്, എന്താണ് നിന്റെ വിചാരം എന്നും പറഞ്ഞിട്ട് ഇവര് പിന്നാലെ ചെല്ലുന്നുണ്ട്. അവളാണെങ്കിൽ ഇനിയെങ്കിലും എന്നെ വിട്ടുവിടടാന്നുള്ള രീതിയിൽ ഉള്ള ജീവനും കയ്യിൽ പിടിച്ച് നടന്നു പോവുക. പക്ഷെ ഇവന്മാര് വിടില്ല. 4 പേരും 4 ഭാഗത്തുനിന്ന് വളഞ്ഞു. ഒരുത്തൻ ക്യാമറയും വെച്ചു. അതിലെ തൂവാലത്തലയനല്ലാതെ മൂന്നാമത് വേറൊരുത്തനുണ്ട്. അവനൊന്നും ചെയ്തില്ലല്ലോ. അവന്റെ വിനോദം ഇവളെ കൊണ്ട് ചെളിവെള്ളം കുടിപ്പിക്കുക എന്നാണ്. അവളെ നിലത്ത് ചെളി കിടക്കുന്ന വെള്ളത്തിൽ തല മുക്കിച്ച് കുടിക്കിടി, ഈ വെള്ളത്തിന് നല്ല രുചിയും മണമാണ്, അത് രസിക്കണം നീന്നും പറഞ്ഞ് അവളെ ശ്വാസം മുട്ട ആ വെള്ളം കുടിപ്പിച്ചിട്ട് ആ പോലീസുകാരൻ അവളുടെ പുറത്ത് കയറി നിന്ന് റേപ്പ് ചെയ്യാൻ തുടങ്ങും. പോലീസുകാരൻ കഴിയുമ്പോൾ ലീഡർ കഴിയുമ്പോൾ മൂന്നാമൻ. അങ്ങനെ ഇവരെല്ലാവരും മാറി റേപ്പ് ചെയ്യുന്നു. അവളുടെ ബോധം പോയി. ബോധം വന്ന് പെണ്ണ് തിരിച്ച് എഴുന്നേൽക്കുമ്പോൾ അവളുടെ ശരീരത്ത് ഒരു പൊട്ട് തുണിയുമില്ല. മൊത്തം മുറിഞ്ഞ വ്രണങ്ങളും ചെളിയും ചോരയും മാത്രം. പാവം പെണ്ണ് മെല്ലെ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങും. ഒരു ജീവച്ചാവം പോലെ എങ്ങോട്ടെന്നില്ലാതെ നടന്നു പോവുക. അടുത്തൊരു ബ്രിഡ്ജ് ഉണ്ടാവും, ഒരു മരപ്പാലം. അതിന്റെ മുകളിലേക്ക് എത്തിയ ഇവൾ എന്തൊക്കെയാ കാണിക്കണേന്ന് നോക്കി ഒരു കാണികളെ പോലെ ഇവന്മാര് ചിരിച്ചുകൊണ്ട് പുറകെ ചെല്ലുന്നുണ്ട്. അവസാനം പോലീസുകാരൻ കൂടുണ്ടായിരുന്ന അത്രയും സമയം ഫണ്ണായിരുന്നു, ഇനി നമുക്ക് ബൈ പറയാം മോളെ എന്ന് പറഞ്ഞ് തോക്ക് ലോഡാക്കാണ് വെടിവെച്ച് അവളെ കൊല്ലാൻ വേണ്ടി. പക്ഷെ അവിടെയാണ് ഒരു ട്വിസ്റ്റ്. ഇവർ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഇവള് വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. അവള് തന്നെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് ഇവരാദ്യം വിചാരിക്കുക. പക്ഷെ പെണ്ണിന്റെ ബോഡി കാണുന്നില്ല. കുറെ നേരമായിട്ടും അവള് പൊങ്ങി വന്നിട്ടില്ല. ഇവര് വെയിറ്റ് ചെയ്യും. ഒരുപാട് സമയമായി. ഇനിയിപ്പോൾ ഒഴുക്കിപ്പെട്ടിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു 6 മൈലേ പോയിട്ടുണ്ടാവുള്ളൂ. അതിനുള്ളിൽ എവിടെയെങ്കിലും ഇവൾ ഉണ്ടാവണം. ഇവളെ ബോഡി പൊന്തണം. നമുക്ക് വെയിറ്റ് ചെയ്യാം, സെർച്ച് ചെയ്ത് നോക്കാന്ന് പറഞ്ഞിട്ട് ഇവർ കുറെ നേരം ആ പുഴയിലൂടെ പോകാൻ സാധ്യതയുള്ള ഭാഗത്തൊക്കെ സെർച്ച് ചെയ്യും. പക്ഷെ ബോഡി കിട്ടിയിട്ടില്ല. അവളെ ബോഡി ആദ്യം നമ്മളാണ് കാണേണ്ടത്, അല്ലെങ്കിൽ കുഴപ്പമാവെന്ന് പോലീസുകാരൻ പറയുന്നുണ്ട്. അതേ സമയത്ത് മൂന്നാമനോട് ക്യാബിനിലേക്ക് ചെന്ന് അവളുടെ സാധനങ്ങളെല്ലാം ക്ലീൻ ചെയ്യും, കത്തിച്ച് കളഞ്ഞേക്കി, ഒരു എവിഡൻസും ബാക്കി ഉണ്ടാവരുത്. അതേപോലെ ഇത്രയും നേരം ഷൂട്ട് ചെയ്ത് കളിച്ചില്ലേ, ആ ടേപ്പും വീഡിയോ ക്യാമറയും കാണാൻ പാടില്ല, അതും കത്തിച്ച് കളഞ്ഞേക്ക്. ഇനി ആ പെണ്ണ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവ് പോലും ഉണ്ടാവരുതെന്നും പറഞ്ഞിട്ട് ഇവരെ വാൺ ചെയ്ത് പോലീസുകാരൻ പോകും. ഇവരും അയാൾ പറഞ്ഞതുപോലെ തന്നെ ക്യാബിനിൽ ചെന്ന് അവളുടെ സാധനങ്ങളെല്ലാം എടുത്ത് കത്തിച്ച് കളയുന്നു. പോലീസുകാരൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലും. ഗർഭിണിയായ ഭാര്യ, കൊച്ചുമോള്, ഒരു നല്ല കുടുംബസ്ഥൻ. ഈ തെണ്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് വിശ്വസിക്കാൻ പറ്റില്ല. പിറ്റേന്ന് അയാള് നമ്മുടെ ക്യാബിൻ റെന്റിന് കൊടുത്ത അപ്പൂപ്പനെ ചെന്ന് കാണുന്നുണ്ട്. ക്യാബിന്റെ കീ കൊടുത്തിട്ട് ആ പെൺകുട്ടി ഒരു കഞ്ചാവ് കേസാ, എവിടുന്നോ ലക്ക് കെട്ട് വന്നാൻ തോന്നുന്നുണ്ട്, പറഞ്ഞൊന്നും സത്യമല്ല, എല്ലാം ഇമാജിനേഷൻ ആയിരുന്നു, ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ പെണ്ണ് തിരിച്ചു പോയി, കീ എന്നോട് ഏൽപ്പിക്കാൻ പറഞ്ഞിട്ട് അവള് പോയി കളഞ്ഞു, ഇതാ കീ എന്ന് പറഞ്ഞ് പോലീസുകാരൻ അപ്പൂപ്പന് കൊടുക്കുന്നുണ്ട്. അപ്പൂപ്പനും എനിക്ക് കാശ് മിച്ചായി, ഇനി അവള് ചോദിച്ചു വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും അങ്ങനെ ബൈ പറഞ്ഞ് പിരിയുന്നു. ഇവരൊരുമിച്ചാണ് ഷൂട്ടിനൊക്കെ പോവാറ്. നാളെ വീണ്ടും കാണണമെന്ന് ഇവർ പറയുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഇവരെല്ലാം സാധാരണ അവരുടെ ലൈഫിലേക്ക് തിരിച്ചുപോയി. ഈ പമ്പുകാരന്മാർ ഫ്ലേർട്ട് ചെയ്യുന്നു, വെള്ളമടിക്കുന്നു, മീൻ പിടിക്കുന്നു, പോലീസുകാരൻ അയാളുടെ കുടുംബമായിട്ട്. പക്ഷെ മാത്യു മാത്രം എന്തോ പീസ് പോയതുപോലെ ഒരു ഭയം, അവന്റെ മനസ്സിൽ ഭയങ്കര ഭയം. ഇവൻ ആദ്യമായിട്ടാണ് തോന്നുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇവൻ എപ്പോഴും നമ്മുടെ പെണ്ണിനെ സ്വപ്നം കാണാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസുകാരനെ നമ്മുടെ പാപ്പം വിളിച്ചിട്ട് പറയാ, മുത്തപ്പൻ വിളിച്ചിട്ട് പറയാ, ക്യാബിനിൽ താമസിച്ചിരുന്ന പെണ്ണിന്റെ അമ്മയാണെന്ന് പറഞ്ഞ് ഒരു സ്ത്രീ വിളിക്കുന്നുണ്ട്. ആ പെണ്ണ് തിരിച്ചു ചെന്നിട്ടില്ലത്രേ. താൻ എന്നോട് പറഞ്ഞത് ആ പെൺകുട്ടി പോയി എന്നല്ലേ, അവസാനമായിട്ട് കണ്ടത് താനായിരുന്നു, പക്ഷെ ആ പെൺകുട്ടി തിരിച്ചു ചെന്നിട്ടില്ല എന്ന്. താൻ ആ പെൺകുട്ടിയുടെ അമ്മയെ വിളിച്ച് ഈ കാര്യം പറയോ, എന്താ പറ്റിയെന്നുള്ളത് പറയോ എന്നീ പാപ്പൻ ചോദിക്കും. പുള്ളിക്കാരൻ പറയും, എനിക്കറിയില്ല, എന്തായാലും നമുക്കൊന്ന് നേരിട്ട് കണ്ട് സംസാരിക്കാം, നാളെ കാലത്ത് ഹണ്ടിന് താൻ വരില്ലേ, അപ്പൊ നമുക്ക് സംസാരിക്കാമെന്ന് പോലീസുകാരൻ പാപ്പനോട് പറയുന്നുണ്ട്. പിറ്റേന്ന് വേറൊരു സീനും കൂടി സംഭവിക്കും. നമ്മുടെ തൂവാലത്തലയൻ ബാക്കിയുള്ളവന്മാരുടെ അടുത്തേക്ക് ഓടി വരുന്നു.
എന്റെ വീഡിയോ ക്യാമറയും ടേപ്പും കാണാതായി. അത് ആരാ എടുത്തോണ്ട് പോയെന്നറിയില്ല. ഞാനത് നശിപ്പിച്ചില്ലായിരുന്നു, ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചിരിക്കുകയായിരുന്നു. പണി കിട്ടിയതാ തോന്നണേന്ന് പറയും. ഉടനെ ലീഡർ അവന്റെ കൊങ്ങയ്ക്ക് കയറി പിടിച്ചിട്ട് എന്ത് പണിയാടാ തണ്ടി കാണിച്ചു വെച്ചിരിക്കുന്നു. അതെങ്ങാനും പോലീസുകാരുടെ കയ്യിൽ പെട്ടുപോയാൽ പിന്നെ ജീവിതകാലം മൊത്തം നമ്മൾ ചെയ്യില്ല. നീ തമാശ കളിക്കണോന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ട് അവനെ തല്ലുന്നുണ്ട്. മറ്റവൻ പറയും ഒരുപക്ഷെ മാത്യു എടുത്ത് മാറ്റിയതാവാം, നമുക്ക് മാത്യുവിനെ കണ്ടുപിടിക്കണമെന്ന്. എന്തായാലും ഒരു 2 ദിവസം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞ് ഇവർ വെയിറ്റ് ചെയ്യുന്നു. ലീഡർ തിരിച്ച് വീട്ടിൽ വന്ന് ഒരു ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവന്റെ ഡോറിന് ഫ്രണ്ടിലായിട്ടൊരു ശബ്ദം കേൾക്കുക. ചെന്ന് നോക്കുമ്പോൾ ഇവൻ എങ്ങനെയാണോ അവളെ പേടിപ്പിച്ചത്, നമ്മുടെ പെൺകുട്ടിയെ പേടിപ്പിച്ചത്, അതുപോലെ ആരോ ഒരു ചത്ത പക്ഷിയെ ഇവന് വീടിന് മുന്നിലായിട്ട് വെച്ചിട്ടുണ്ട്. ഇവൻ കൂട്ടുകാരാരെങ്കിലും കളിപ്പിക്കുന്നതായിരിക്കും എന്ന് വിചാരിച്ച് അതിനെ തട്ടിക്കളഞ്ഞ് വീണ്ടും വന്ന് ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വീണ്ടും ശബ്ദം. പോയി നോക്കുമ്പോൾ മറ്റൊരു പക്ഷി. ചേക്കൻ ടെൻഷനായി തോക്കെടുത്തോണ്ട് വരും. ആരാടാ എന്നെ കളിപ്പിക്കുന്നത്, കൂട്ടുകാരാന്ന് പോലും നോക്കില്ല, കൊന്നുകളയെന്ന് പറഞ്ഞ് ഇവൻ ഇരുട്ടത്ത് നോക്കി മിരട്ടുന്നുണ്ട്. അപ്പോഴാണ് ഒരു ചെരുപ്പ് കാണുക. മാത്യു ധരിക്കുന്നത് പോലത്തെ ഒരു ചെരുപ്പ്. അവിടുന്ന് സീൻ കട്ട് ചെയ്താൽ പിറ്റേന്ന് പോലീസുകാരന്റെ വീട്ടിലേക്ക് ഒരു ടേപ്പ് വരുന്നു. ആ ടേപ്പിനകത്ത് എന്താണെന്നൊന്നും അറിയില്ല, പക്ഷെ ഇവര് റെക്കോർഡ് ചെയ്തതുപോലത്തെ ഒരു ടേപ്പാണ്. അത് കാണുമ്പോൾ തന്നെ പോലീസുകാരൻ പേടിച്ചു പോകും. ഭാര്യയോട് ചോദിക്കുന്നു ഇത് കണ്ടോന്ന്. അവൾ ഇല്ല, നിങ്ങൾക്ക് വേണ്ടി വന്ന പാർസലാണ്, ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയും. ഇയാൾ ടെൻഷനായി നേരെ ബാക്കിയുള്ള കൂട്ടുകാരന്മാരുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോഴാണെങ്കിൽ അവന്മാര് തമ്മി വഴക്ക്. മാത്യുവിന്റെ ചെരുപ്പും വെച്ചിട്ട് ആരോ ഇന്നലെ ലീഡറെ പേടിപ്പിച്ചിട്ടുണ്ട്. ഈ നേരത്താണ് പോലീസുകാരൻ തൊപ്പിത്തലേന് ആ കാസറ്റ് കാണിച്ച് നീയാണോടെ എന്റെ വീട്ടിലേക്ക് അയച്ചത്, സത്യം പറയടാ, എന്റെ കുടുംബത്തിലേക്ക് കാസറ്റ് അയച്ച് എന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നു, സത്യം പറയടാന്ന് പറഞ്ഞ് ഇയാൾ തോക്ക് കാണിച്ച് ഇവരെല്ലാം മിരട്ടുന്നുണ്ട്. ഇവര് പറയും ഞങ്ങൾക്കറിയില്ല, ഒരുപക്ഷെ മാത്യു ചെയ്തായിരിക്കാം, ഞങ്ങളെയും അവൻ പേടിപ്പിക്കുന്നത് പോലെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എന്തിനാണ് അവൻ ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായില്ല. മുട്ട പോലീസ് പറയും അവൻ എവിടുന്നാണെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവന്നോ. ഈ കാര്യങ്ങൾ പുറത്തേക്ക് ലീക്ക് ആകുന്നു എന്നറിഞ്ഞാൽ അടുത്ത നിമിഷം നിങ്ങളെല്ലാവരും ഞാൻ കൊന്നോളെ. എനിക്ക് സർവൈവ് ആകാൻ വേറെ വഴിയൊന്നുമില്ല. ഇത് പുറത്തു പോകരുതെന്നും പറഞ്ഞ് ഇവരെ പേടിപ്പിച്ചിട്ട് പോലീസുകാരൻ അവിടുന്ന് പൊയ്ക്കളയും. അത് കഴിയുമ്പോൾ നമ്മുടെ പാപ്പനെ മീറ്റ് ചെയ്ത് ഹീറോയിനെ കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞിരുന്നില്ലേ, ഇവര് ഹണ്ടിന് പോകുന്ന. അപ്പൊ വായോന്നും പറഞ്ഞ് പാപ്പനെ വിളിച്ചിട്ട് പോവാണ് കാടിനകത്തേക്ക്. പുള്ളിക്കാരനൊരു ഡ്രിങ്ക്സ് കുടിക്കാൻ കൊടുത്തിട്ട് പോലീസുകാരൻ പാപ്പനെ വെടിവെച്ച് കൊന്നു. ഒരു ലൂസെന്റ് ബാക്കി ഉണ്ടാവാൻ പാടില്ല എന്ന് അയാളോട് പറഞ്ഞിട്ട് വീണ്ടും ഷൂട്ട് ചെയ്യും. അപ്പൊ ഇപ്പോൾ കാര്യങ്ങൾ അറിയുന്ന ആരും തന്നെയില്ല. ഇനി ഇവർക്ക് എളുപ്പമായി. എന്നാൽ ഇവര് പ്രതീക്ഷിക്കാത്തൊരു സംഭവമുണ്ട്. നമ്മുടെ മാത്യു അവൻ പ്രാന്ത് പിടിച്ചതുപോലെ നടപ്പായിരിക്കും. പെട്ടെന്ന് കണ്ണ് തുറക്കുമ്പോൾ അവന് ഫ്രണ്ടിലായിട്ട് ഹീറോയിൻ ഇരിപ്പുണ്ട്. അവള് മാത്യുവിനെ വിളിക്കും, മാത്യു പേടിക്കണ്ട, എന്റെ അടുത്തേക്ക് വാ. അവൻ കരഞ്ഞോണ്ട് അടുത്ത് നിന്നിട്ട് ഞാൻ വേണം വെച്ച് ചെയ്തതല്ല, ആ നിമിഷത്തിൽ എനിക്ക് പറ്റിപ്പോയതാണ്, ഐ എം സോറി എന്ന് പറയുന്നുണ്ട്. നീ അത്ര സോറി വിചാരിക്കുന്നുണ്ടെങ്കിൽ എന്റെ മടി കിടക്കും മാത്യു എന്ന് പറഞ്ഞ് ഇവൾ അവനെ മടി കിടത്തും. അവനും മിണ്ടാതെ കിടക്കാണ്. പെട്ടെന്ന് ഇവള് തന്റെ കയ്യിലെ കയറുകൊണ്ട് അവന്റെ കഴുത്തിനിട്ട് മുറുക്കി വരിച്ചവനെ കൊന്നുകളയാ. അത് കഴിയുമ്പോൾ പിറ്റേന്ന് ഈ കൂട്ടുകാരന്മാര് റൗഡികള് മാത്യുവിനെ തേടി നടക്കുക. അവൻ എന്താ പറ്റിയെന്നറിയില്ല. അവനാണോ ഇവരെ പേടിപ്പിക്കുന്നതെന്നും അറിയില്ല. എന്തായാലും 2ാമനും 3ാമനും മാത്യുവിനെ തേടി അലഞ്ഞ് ഹീറോയിൻ നേരത്തെ കണ്ടില്ലേ കാടിനകത്തൊരു ഒഴിഞ്ഞ വീട്, അതിലേക്കെത്തും. ആ വീട് ഇന്ന് വരെ ഇവര് കണ്ടിട്ടില്ലായിരുന്നു. നോക്കുമ്പോൾ അവിടെ ആരോ താമസിച്ചതിന്റെ അടയാളങ്ങളുണ്ട്. മേ ബി ഹീറോയിൻ രക്ഷപ്പെട്ട് ഇവിടെയായിരുന്നിരിക്കണം താമസിച്ചിട്ടുണ്ടാവുക. ഇവരതൊന്നും കാര്യാക്കില്ല. മാത്യുവിനെ അന്വേഷിച്ച് നടക്കുന്നു. ഒരുത്തനാണിപ്പോൾ വീടിനകത്തേക്ക് കയറിപ്പോയത്, മറ്റവൻ പുറത്തുണ്ട്. അവൻ നോക്കുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് അവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അടുത്തേക്ക് വാടാന്ന് പറയും. ഇവനും ധൈര്യമായിട്ട് അടുത്തേക്ക് പോകുന്നുണ്ട്. പക്ഷെ അവിടെ ഇവളൊരു കെണി ഒരുക്കി വെച്ചിരുന്നു. കാട്ടുമൃഗങ്ങളെ ലോക്ക് ചെയ്യാനുള്ള ഒരു കെണി. അതിലവന്റെ കാല് പെട്ട് തുണ്ടായിരിക്കുക, എല്ല് പൊട്ടി നിൽക്കുക. അപ്പോഴാണ് 3ാമൻ ശബ്ദം കേട്ട് ഓടി വരുന്നത്. ഇവന്റെ കരച്ചില് കേട്ട് നമ്മുടെ പെണ്ണ് പുറകെ വന്നവന്റെ മണ്ടയ്ക്ക് ഒരൊറ്റടി. അവന് ബോധം വരുമ്പോൾ ഇവനൊരു ടബിൽ അവള് കെട്ടിവെച്ചിരിക്കുക, തല വെള്ളത്തിൽ മുങ്ങുന്ന പോലെ. വെള്ളം ഓണാക്കിയിട്ടുമുണ്ട്. ഇവൻ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാവില്ല. കുറച്ചു നേരമായിട്ട് അങ്ങനെ കിടക്കുക. ആ സമയം പെണ്ണ് പുറത്ത് ആ തൂവാല മണ്ടൻ ഗുണ്ടനെ കാലും പൊട്ടിച്ചിട്ട് തല ടേപ്പിട്ട് ഒട്ടിച്ച് ഒരു മരത്തിൽ കെട്ടിവെച്ചിരിക്കുക. എന്നിട്ട് ഇവള് വീഡിയോ എടുക്കുന്നുണ്ട്. അവനോട് പറയും നിനക്ക് വീഡിയോ എടുക്കുന്നതും കാണുന്നതും ഇഷ്ടമല്ലേ, നിന്റെ എല്ലാ അവസ്ഥയും ഞാൻ എടുത്ത് കാണിക്കാടാന്ന് പറഞ്ഞിട്ട് ഒരു ചത്ത എലിയെ കൊണ്ട് അവന്റെ വായിലേക്ക് തിരികെ കയറ്റും. നീ എന്താ പറഞ്ഞത്, നിനക്ക് ഡേർട്ടി തിങ്സ് ഇഷ്ടമാണെന്നല്ലേ, വൃത്തികെട്ട സാധനങ്ങൾ ഇഷ്ടമല്ലേ നിനക്ക്, തിന്നടാന്നും പറഞ്ഞ് കുത്തി കയറ്റുന്നുണ്ട് അവന്റെ വായിലേക്ക്. അവൻ ഓക്കാനം വന്ന് ഛർദ്ദിക്കുമ്പോൾ ഇവള് 2 മീൻ കൊളുത്തെടുക്കും. അവൻ പേടിച്ച് നീ എന്താടി ചെയ്യാൻ പോണേന്ന് ചോദിക്കുന്നുണ്ട്. ഇവള് പറയും നിനക്ക് കാര്യങ്ങൾ കാണുന്നതും കണ്ടുകൊണ്ടിരിക്കുന്ന ഇഷ്ടമല്ലേ, അതുകൊണ്ട് ഇമ വെട്ടാതെ നീ എല്ലാം കാണണം, അതിനുവേണ്ടിയാ ഞാനിത് ചെയ്യണേന്നും പറഞ്ഞ് അവന്റെ 2 കൺപോളയിലും ഈ കൊളത്ത് കുടുക്കി അത് മരത്തിന് പുറകിലായിട്ട് വലിച്ചു കെട്ടും. അങ്ങനെ ആവുമ്പോൾ കണ്ണടയ്ക്കാൻ പറ്റില്ലല്ലോ, കണ്ണെല്ലാ സമയത്തും തുറന്നു വെക്കണം. അങ്ങനെ കണ്ണ് തുറപ്പിച്ച് വെച്ചിട്ട് ഇവള് 3ാമന്റെ അടുത്തേക്ക് പോവാണ്. നിനക്ക് സുഖമല്ലേ, വെള്ളം കുടിക്കാൻ തയ്യാറായോ? അവൻ കരയാ, പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്, എനിക്ക് അറിയാതെ പറ്റിപ്പോയതാ. നീ എന്താടാ പറഞ്ഞത്, സക്കിറ്റ് ബിച്ചെന്നല്ലേ, ഇപ്പൊ നീ കുടിക്കടാ ഈ വെള്ളം എന്നും പറഞ്ഞ് അവൾ അവനെ വെള്ളത്തിൽ വീണ്ടും മുക്കുന്നു. കുറെ അവനെ ശ്വാസം മുട്ടിച്ച് പീഡിപ്പിച്ചതിന് ശേഷം ഇപ്പൊ വരാന്നും പറഞ്ഞ് 2ാമന്റെ അടുത്തേക്ക് വിളിച്ചല്ലോ. അവനാണെങ്കിൽ കണ്ണും പൊളിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുക. എന്നെ കൊണ്ട് പറ്റുന്നില്ല, ഈ ശിക്ഷ മതി, ഇപ്പൊ തന്നെ മതിയായി, ഒരു തവണയെങ്കിലും എനിക്ക് കണ്ണടയ്ക്കണം, ദയവ് ചെയ്ത് കുളത്ത് മാറ്റ്
പേടിക്കണ്ട, അതിനും ഒരു വഴിയുണ്ടെന്നും പറഞ്ഞ് ഇവളൊരു ചത്ത മത്സ്യത്തെ എടുത്ത് അതിന്റെ വയറ് കീറി ആ വേസ്റ്റ് കൊണ്ടുവന്ന് ഇവന്റെ കണ്ണി പുരട്ടും. ഇപ്പൊ നിനക്ക് കൂടുതൽ സുഖം ഉണ്ടാവും, ഇനി എല്ലാം സുഖമയാന്നും പറഞ്ഞ് ഇവള് വീണ്ടും അകത്തേക്ക് പോകും. അവിടെ വെള്ളത്തിൽ തല മുങ്ങി ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുക ഒരുത്തൻ. അവനെ വീണ്ടും മുക്കി ഇവള് ശ്വാസം മുട്ടിച്ചിട്ട് ലൈ എന്ന് പറഞ്ഞൊരു വാഷിംഗ് പ്രൊഡക്റ്റ് ഉണ്ട്, ഡിറ്റർജന്റിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനം. അത് ആസിഡ് പോലെയാ. അതിന് ഈ ടബ് മുഴുവൻ കലർത്തിയിട്ട് നീ എന്നെ ചെളിവെള്ളം കുടിപ്പിച്ചില്ലേ, ഇപ്പൊ കുറച്ച് ക്ലീൻ വെള്ളം നീ കുടിക്ക്, നിന്റെ മുഖം ഒന്ന് വൃത്തിയാവട്ടെ. നിന്റെ മുഖം എത്രത്തോളം വൃത്തിയാവുന്നുണ്ടെന്ന് ഞാൻ കാണുമല്ലോ, പറ്റാവുന്നത്ര തല പൊക്കി പിടിച്ചോ, പറ്റിയില്ലെങ്കിൽ മാത്രം തല താഴ്ത്തിയാൽ മതി എന്നും പറഞ്ഞ് ഇവൾ ഇറങ്ങിപ്പോവും. ഒരുപാട് നേരം തല പൊക്കി പിടിക്കാൻ പറ്റില്ലല്ലോ. കഴുത്ത് വേദനിക്കുമ്പോൾ ശരീരത്തിന്റെ ബലം കുറയുമ്പോൾ ഇവൻ തല താഴ്ത്തും. ആ ആസിഡ് വെള്ളത്തിലേക്ക് മുഖം കുത്തി വീഴാം. ഈ നേരത്ത് രണ്ടാമന്റെ കഥ അതിലും ദയനീയം. അവന്റെ ശരീരത്ത് മീൻ വേസ്റ്റ് ഉള്ളതുകൊണ്ട് കാക്കകൾ ചുറ്റിലും കൂടിയിട്ട് ആ മീൻ വേസ്റ്റ് എല്ലാം കൊത്തി പറിക്കാൻ തുടങ്ങും. അതിലവന്റെ കണ്ണ് കാണുമ്പോൾ ഒരു കുഞ്ഞുമീൻ അകത്ത് ഒളിച്ചിരിപ്പുണ്ടെന്ന് വിചാരിച്ചിട്ട് കാക്ക കണ്ണിലെ കൃഷ്ണമണിയെല്ലാം കൊത്തി പറിച്ച് മിഴുങ്ങാണ്. എന്റെ പൊന്നെ, ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള സീൻ കണ്ടിട്ടില്ല ഞാൻ. എന്തായാലും അവളോട് ചെയ്തതിന് ഇതെല്ലാം ഇതിലപ്പുറം വേണം. ഇപ്പൊ മൂന്നാമന്റെ അവസ്ഥ അതൊരുമാതിരി ആസിഡ് ഇട്ട് പൊരിച്ച കോഴീനെ പോലെ വെന്തുരുകിയിട്ടുണ്ട് അവന്റെ മുഖം. അങ്ങനെ ആ രണ്ടെണ്ണവും മരിച്ചു കഴിഞ്ഞു, കൊന്നു കഴിഞ്ഞു. ഇനിയൊരു ലീഡറല്ലേ. ലീഡർ അവന്റെ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വരുമ്പം ഒരു ഹോട്ടായ പെണ്ണ് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. ആരാ മോളെ സുന്ദരി എന്നും പറഞ്ഞ് ഇവൻ അടുത്ത് പോകുമ്പോൾ പെട്ടെന്ന് ഇവളെ തിരിഞ്ഞ് കയ്യിൽ സ്പാനർ കൊണ്ട് അവന്റെ മണ്ടയ്ക്ക് ഒറ്റയടി. ചെക്കൻ കണ്ണ് തുറക്കുമ്പോൾ അവന്റെ കയ്യും കാലും കെട്ടിവെച്ചിരിക്കുക. അവനെ ഈ പഴയ വീട്ടിലേക്ക് അവൾ കൊണ്ടുവന്നിട്ടുണ്ട്. നീയല്ലടാ എന്റെ പല്ല് കാണാൻ ആഗ്രഹിച്ചവൻ, എന്റെ മാത്രമല്ല നിന്റെ പല്ല് നീ കണ്ടോ എന്ന് പറഞ്ഞ് ഇവൾ അവന്റെ ഓരോ പല്ലായി കട്ടിംഗ് പ്ലെയർ വെച്ച് വലിച്ച് പറിച്ചെടുത്തിട്ട് അവൻ എന്നെ കാണിച്ചു കൊടുക്കും. ഒരുപാടൊന്നും അവന് താങ്ങാൻ പറ്റൂല. ചെക്കൻ മൂത്രം ഒഴിച്ചു തുടങ്ങി. വലിയ വീരനെ പോലെ ഷോ ഇട്ടതാ. അപ്പൊ ഇവള് പറയും, നീയാണോ അവന്മാരെ നയിച്ചുകൊണ്ടിരുന്നത്? അവന്മാരൊന്നും ചാവുമ്പോൾ ഇത്രയും പേടിച്ച് മൂത്രം ഒഴിച്ചിട്ടില്ല. അവന്മാരെക്കാളും മോശമാണല്ലോടാ നീ. ഇവളവന്റെ ഗണ്ണെടുത്ത്, ഈ ഗണ്ണ് ഓർമ്മയില്ലേ, ഇതിനൊരു ഉമ്മ വെച്ചേ കാണട്ടെ എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് എന്താണോ ചെയ്യിച്ചത് അത് തന്നെ അവനെ കൊണ്ട് ചെയ്യിക്കും. അത് കഴിഞ്ഞിട്ട് പറയും, നീ എന്നോടൊരു കഥ പറഞ്ഞില്ലായിരുന്നോ, കുതിരകളുടെ ശ്രദ്ധ മാറാതിരിക്കാൻ അതിന്റെ ബോള് പൊട്ടിക്കുന്ന ഒരു കഥ? എനിക്ക് അത്ര സമയമില്ല, ഞാൻ മറ്റൊരു വിദ്യ കാണിച്ചു തരാമെന്നും പറഞ്ഞ് അവന്റെ ലിംഗം കട്ട് ചെയ്ത് ഇവൾ അവൻ എന്നെ അത് തിന്നാൻ കൊടുക്കും. ഇത് പല്ലില്ലെങ്കിലും കഴിക്കാൻ പറ്റുമെന്നും പറഞ്ഞ് അവൾ അവിടുന്ന് മാറിപ്പോവുക. ഇത്രയും നേരം കഴിഞ്ഞ് ഇപ്പോഴാണ് അവൻ തൊള്ള തുറന്ന് കരയുന്നത്. വാ പൊളിച്ച് വലിയ വായിൽ ഒച്ച വയ്ക്കാൻ തുടങ്ങും. നിന്നെ കൊല്ലൂടി തിന്നൂടി എന്നും പറഞ്ഞിട്ട്. കുറച്ച് സമയം കഴിയുമ്പോൾ ചോര വാർന്ന് അവൻ മരിച്ചു പോവാണ്. അത് കഴിഞ്ഞ് ഇനിയൊരു മെയിൻ പുള്ളി ഉണ്ടല്ലോ, പോലീസുകാരൻ എങ്ങോട്ടോ യാത്ര പോകവേ അവന്റെ ഭാര്യ വിളിച്ചിട്ട്, ചേട്ടാ നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരി വന്നിട്ടുണ്ട്, നമ്മുടെ മോളുടെ പുതിയ ടീച്ചർ, നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചു, ഞാൻ ഫോൺ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഹീറോയിന് ഫോൺ കൊടുക്കും. ഹീറോയിൻ, ഞാൻ നിങ്ങളെ മോളുടെ പുതിയ ടീച്ചറാ, എന്റെ പേര് ജെന്നിഫർ ഹിൽസ്, ഓർമ്മയുണ്ടോന്ന് ചോദിക്കും. ഇയാള് ഷോക്കായി ഞെട്ടിത്തെറിച്ച് കാറ് ചവിട്ടി നിർത്തിയിട്ട്, നീ എന്താടി ചെയ്യാൻ പോകുന്നു, നീ എന്തിനാ എന്റെ വീട്ടിൽ വന്നേന്ന് ചോദിക്കും. അവള് പറയും, സാറിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക, എത്രയും പെട്ടെന്ന് വായോന്ന്. ഇതും പറഞ്ഞ് അവള് കോള് കട്ടേ. പോലീസുകാരൻ ഓടിപ്പടച്ച് വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന ആ ടീച്ചർ എവിടെ ചോദിക്കുമ്പോൾ ഭാര്യ പറയും, ടീച്ചർ മോളെയും വിളിച്ച് അടുത്തുള്ള പാർക്കിലേക്ക് പോയിട്ടുണ്ട്, നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. ഇത് കേട്ട പാടെ പോലീസുകാരൻ കരഞ്ഞുകൊണ്ട് മോളെ പേരും വിളിച്ച് പാർക്കിലേക്ക് ചെല്ലാണ്. മോളെ കാണാനില്ല. തിരിച്ചോടി വന്ന് കാറിൽ കയറുമ്പോൾ കാറിന്റെ പിൻസീറ്റിലുണ്ടായിരുന്ന ഹീറോയിൻ ഒരു മുട്ടി കൊണ്ട് അവന്റെ മണ്ടയ്ക്കടിച്ച് അവനെ ബോധം കെടുത്തി ഇതേ പഴയ വീട്ടിലേക്ക് വലിച്ചുകൊണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ പോലീസുകാരൻ അവന് പിന്നാമ്പുറമാണ് ഇഷ്ടമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നീ തന്നെ പണിയെടുക്കാമെന്നും പറഞ്ഞ് അവന്റെ തോക്ക് അവന്റെ പിന്നീ വെച്ച് കുത്തി ഇയാൾ ഒരു ടേബിളിൽ കിടത്തിയിരിക്കുക. അവൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഹെൽപ്പ് മീ ജീസസ് എന്ന് പറഞ്ഞിട്ട്. ഇത്രയും ക്രൂവലായിട്ട് ഒരു മനുഷ്യന് പ്രാർത്ഥിക്കാനും പറ്റുമോ? വായൊക്കെ ഇടിച്ചു പൊളിച്ചും തോന്നുന്നു, ചോര ചാടുന്നുണ്ടാവും. അയാൾ ചോദിക്കും, എന്റെ മോൾ എവിടെ, അവളെ നീ എന്താണ് ചെയ്ത്? അപ്പൊ ഹീറോയിൻ പറയും, നീ ഒരു കാര്യം ചിന്തിച്ചു നോക്ക്, നിന്നെപ്പോലെ ഒരു നാറി നിന്റെ മോളെ വലിച്ചിട്ട് പറിച്ച് പീഡിപ്പിക്കുകയാണെങ്കിൽ നിനക്കിഷ്ടമുള്ളതെല്ലാം നീ എന്നോട് പറഞ്ഞല്ലേ, അതെല്ലാം അയാൾ നിന്റെ മോളോട് ചെയ്താലോ? ഈ പോലീസുകാരൻ കരഞ്ഞിട്ട്, മാം എനിക്ക് തെറ്റുപറ്റിപ്പോയി, ദയവേത് എന്റെ മോളെ വെറുതെ വിടണം, അവളൊരു പാവം പെൺകുട്ടിയാ. ഹീറോയിൻ പറയും, അപ്പൊ ഞാനൊരു പാവം പെൺകുട്ടിയായിരുന്നില്ലേ, എന്നെ നിനക്ക് നിന്റെ കണ്ണുകളിലൂടെ കാണാൻ കഴിഞ്ഞില്ലേ? ഇവൾ അയാളുടെ പുറകെ കുത്തിവെച്ചിരിക്കുന്ന തോക്കിന്റെ ട്രിഗറിൽ ഒരു കയറ് കെട്ടി അത് ഫ്രണ്ടിയിരിക്കുന്ന മാത്യുവിന്റെ കയ്യിലേക്ക് കെട്ടിവെക്കും. അങ്ങനെയാണെങ്കിൽ ഇവള് നേരത്തെ മാത്യുവിനെ കൊന്നിട്ടില്ല. ഈ പോലീസുകാരന്റെ നേരെ എതിർഭാഗത്താണ് ഇവനെ ഇരുത്തി കയ്യിലേക്ക് ഈ ട്രിഗർ കെട്ടിവെക്കുന്നത്. പോലീസുകാരനൊന്നും മനസ്സിലാവില്ല, നീ എന്താ ചെയ്യാൻ പോകുന്നു? ഹീറോയിൻ പറയും, മാത്യു എഴുന്നേൽക്കുമ്പോൾ അവനോട് പറയും, അനങ്ങാൻ പാടില്ല, അനങ്ങിയ നിന്റെ മൂട്ടീന്ന് ഉണ്ട കയറി വായേക്കൂടെ അവന്റെ നെഞ്ചത്ത് തുളയുമെന്ന്, അവൻ അനങ്ങരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടക്കുക. ഞാൻ പോയി വരാമെന്ന് പറഞ്ഞിട്ട് ഇവള് വീടിന് പുറത്തു വന്ന് അവിടെ ഒരു മരത്തിയിരുന്ന് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാം. എത്ര ചെറിയ പെണ്ണല്ലേ പാവം. അവന്മാരെ കഥ കൂടെ തീരാൻ വേണ്ടിയിട്ടാണ് ഇവള് വെയിറ്റ് ചെയ്യുന്നത്.
കുറച്ചു സമയം കഴിയുമ്പോൾ പ്രതീക്ഷിച്ച പോലെ മാത്യു ബോധം വന്ന് എഴുന്നേൽക്കുന്നു. ഇയാൾ അനങ്ങല്ലേ 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 മാത്യു എന്ന് വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ അവൻ അനങ്ങിക്കഴിഞ്ഞു. അവൻ എപ്പോഴും കയ്യും കാലും അനക്കുന്ന ശീലമുണ്ട്. എന്താ പറ്റിയെന്ന് ചോദിച്ച് അവന്റെ കൈ അനങ്ങാൻ തുടങ്ങി. പോലീസുകാരന്റെ മൂട്ടി കൂടെ, ചന്തി കൂടെ എന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ പറഞ്ഞാൽ ഇനിയിപ്പോൾ 18+ ആയാലോ. അതുകൊണ്ട് മൂട്ടി കൂടെ പൊട്ടി അത് മാത്യുവിന്റെ നെഞ്ചത്തും തുളച്ചു കയറും. അങ്ങനെ രണ്ടുപേരും ആ സ്പോട്ടിൽ ഔട്ട്. അങ്ങനെ അവസാനത്തെ 2 എണ്ണവും ആ 2 എണ്ണത്തിന്റെയും കഥയും തീരുമ്പോൾ പെണ്ണിന്റെ മുഖത്തൊരു ചെറിയ ചിരി വരുന്നുണ്ട്. പാവം, തനിക്കുണ്ടായ അനീതിക്കെതിരെ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പറ്റിയല്ലോ. ഇനി സ്വസ്ഥമായി തിരിച്ചു പോകാം. അവിടെ വെച്ച് ഐ സ്പിറ്റ് ഓൺ യുവർ ഗ്രേവ്, നിന്റെ കല്ലറയിലും ഞാൻ തുപ്പുവാട വൃത്തികെട്ടവന്മാരെ എന്ന് പറയുന്ന സിനിമ അവിടെ വെച്ച് അവസാനിക്കുന്നു. സോ ഗൈസ്, എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ, അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ.